ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ചെറിയൊരു കംപ്ലയിൻറ്റ് വരുന്നത്. അതായത് കംപ്ലയിൻറ്റ് സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് വരുന്നത്, എങ്ങനെയൊക്കെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സോൾവ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ പ്ലംബിംഗ് ലൈൻ മുകളിൽ നിന്ന് താഴേക്കും ഒരു ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്കൊക്കെ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കിയിട്ടുണ്ടാവും. അപ്പോൾ രണ്ട് ഭിത്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുളച്ചതിന് ശേഷമാണ് നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇത് താഴെ നിന്ന് മുകളിലുള്ള ഭിത്തിയാണ്. അതായത് താഴത്തെ ഭിത്തിയിൽ നിന്ന് പൈപ്പ് തുളച്ച് മുകളിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ മുകളിൽ നിന്ന് തുളച്ച് താഴേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടോ, അതായത് ഓരോ ഭിത്തി, താഴത്തെ ഭിത്തിയും മുകളിലത്തെ ഭിത്തിയും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോർ പണിയുന്ന സമയത്ത്, ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോർ പണിയുന്ന സമയത്ത് അതിൻ്റെ മെഷർമെൻറ്റ് ചെറിയൊരു വ്യത്യാസം വന്നതാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം. അതായത് താഴത്തെ ഭിത്തിയുടെ സെയിം ലെവലല്ല മുകളിലത്തെ ഭിത്തി നിൽക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പുകളൊന്നും ഭിത്തിയോട് ചേരാതെ വരും. അതായത് താഴത്ത് നമ്മൾ താഴത്ത് അടിച്ചിരുന്ന പൈപ്പുകൾ മുകളിലത്തെ ഫ്ലോറിലേക്ക് ഭിത്തിയിലേക്ക് കയറുന്ന സമയത്ത് പൈപ്പുകളൊന്നും ഭിത്തികളോട് ചേരാത്തൊരവസ്ഥ വരും. അപ്പോൾ അത്രയും ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്യും. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ഫിറ്റിങ്സ് നമ്മൾ ഇട്ടിട്ട് വേണം ഭിത്തിയിലേക്ക് അടുപ്പിച്ച് നമുക്കിതുപോലെ സാഡിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അത് ഓരോ പൈപ്പിൻ്റെ ഗ്യാപ്പിൽ ഏകദേശം ഇവിടെ വന്നിരിക്കുന്ന ഏകദേശം 3/4 ഇഞ്ചോളം താഴത്തെ ഭിത്തിയും മുകളിലത്തെ ഭിത്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് മുകളിലത്തെ ഭിത്തി കുറച്ചുകൂടി അകത്തേക്ക് കയറിയാണ് കിടക്കുന്നത്. താഴത്തെ ഭിത്തിയേക്കാൾ അപേക്ഷിച്ച് ഒരു 3/4 ഇഞ്ചോളം അകത്തേക്ക് കയറി കിടക്കുന്നുണ്ട്. അപ്പോൾ അത്രയും 3/4 ഇഞ്ച് ഗ്യാപ്പ് പൈപ്പിൻ്റെ ബാക്കിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? ആ പൈപ്പിൻ്റെ ബാക്കിൽ കണ്ടോ, ഇവിടെ നമ്മളൊരു 3/4 ഇഞ്ച് പൈപ്പ് കൊണ്ടുപോകാനായിട്ട് വളരെ റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് 2 45 മറച്ചിട്ട് വേണം ഭിത്തിയിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് താഴത്തെ ഭിത്തിയിൽ നിന്ന് വരുന്ന പൈപ്പ് ഭിത്തിയിലേക്ക് ശരിക്കും അടുക്കില്ല. അപ്പോൾ നമ്മൾ താഴത്ത് അടുക്കാൻ വേണ്ടിയിട്ട് 2 45 3/4 ഇഞ്ച് പൈപ്പ് അടുപ്പിക്കാൻ വേണ്ടി 2 45 ചരിച്ച്, എന്നാൽ 2 45 കറക്റ്റ് നമുക്ക് ലെങ്ത്ത് കിട്ടുകയില്ല. അപ്പോൾ സൈഡിലേക്ക് ചരിച്ചിടേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണിയിൽ, അതായത് നമ്മൾ വരുന്ന മെഷർമെൻറ്റിൽ വരുന്ന ചെറിയൊരു മാറ്റമാണ്. അപ്പോൾ ഫിറ്റിങ്സ്, അതായത് പ്ലംബിങ്ങിൽ വരുന്ന ഫിറ്റിങ്സുകൾ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അത്ര നീറ്റായിരിക്കില്ല വർക്ക് ചെയ്യുന്ന സമയത്ത്, വർക്ക് വരുന്ന സമയത്ത് നീറ്റായിട്ട് ചെയ്യാനും സാധിക്കില്ല. കാരണം ഭിത്തിയിലേക്ക് അടുക്കില്ല പൈപ്പ്. അപ്പോൾ പൈപ്പ് ഭിത്തിയിലേക്ക് അടുപ്പിച്ചതിന് ശേഷം സാഡിൽ ചെയ്യുന്ന സമയത്ത് വളഞ്ഞു പോകാനുള്ള ചാൻസ് കാര്യങ്ങളെല്ലാം കൂടുതലാണ്. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് 2 ഭിത്തി, താഴത്തെ ഭിത്തിയും മുകളിലത്തെ ഭിത്തിയും ഒരേ ലെവലിലായിരിക്കണം ചെയ്യേണ്ടത്. അത് ആ തൂക്ക് കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ പ്ലംബിങ്ങിൻ്റെ മെറ്റീരിയൽസിൽ വരുന്ന കോസ്റ്റ് കൂടുതലാവുന്ന എമൗണ്ട് നമുക്ക് മാക്സിമം സേവ് ചെയ്യാൻ സാധിക്കും. നീറ്റായിട്ട് വർക്ക് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന വീടുകൾക്കാണ് കൂടുതൽ. അപ്പോൾ താഴത്തെ ഭിത്തിയും മുകളിലത്തെ ഭിത്തിയും 2 സെക്ഷൻ ആയതുകൊണ്ട്, അതായത് 3/4 ഇഞ്ചോളം വ്യത്യാസമുള്ളത് കൊണ്ടാണ് താഴത്തെ ഭിത്തി കറക്റ്റാണ്. മുകളിലത്തെ ഭിത്തി വരുന്ന സമയത്ത് ഏകദേശം 3/4 ഇഞ്ചോളം അകത്തേക്ക് തള്ളി കിടക്കുന്നതുകൊണ്ടാണ് പൈപ്പുകളൊന്നും ഭിത്തിയിലേക്ക്, മുകളിലത്തെ സെക്ഷനിലെ ഭിത്തിയിലേക്ക് അടുക്കാതെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ചാനലൊന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.